പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധി പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 145 അധ്യായം 18 വാക്യം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. പ്രിയ മക്കളെ, ദൈവം തൻ്റെ ജനത്തിന് എപ്പോഴും സമീപസ്ഥനാണ്. അതായത് പൊട്ടക്കിണറ്റിലാണെങ്കിലും, കാരാഗൃഹത്തിലാണെങ്കിലും, മരുഭൂമിയിലാണെങ്കിലും, എവിടെയും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരേ ഒരുവൻ മാത്രം, അത് ദൈവം മാത്രമാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. നോക്കൂ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 18 അധ്യായം 20 വാക്യത്തിൽ, അതായത് ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം വല്ലപ്പോഴും ശക്തി പുതുക്കുന്ന ഒന്നല്ല, നേരെ മറിച്ച് ഈ ബന്ധം നിരന്തരമായി കൊണ്ടുപോകുന്ന ഒന്നാണ്. ഹല്ലേലൂയ. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. എങ്ങനെയാ നാം വിളിച്ചപേക്ഷിക്കേണ്ടത്? സത്യമായി, അതായത് ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഹൃദയത്തോട് വേണം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ. നോക്കൂ, അങ്ങനെയുള്ളവരുടെ സമീപസ്ഥനായി നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല പ്രിയ മക്കളെ, അത് ഹല്ലേലൂയ കാര്യം സാധിപ്പിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഉയർത്താം, നമ്മെ തന്നെ ഏൽപ്പിക്കാം, കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. ഹല്ലേലൂയ. സത്യമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാണെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്താണെന്ന് അറിയാമോ? 19 വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അത് മാത്രമല്ല, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4:7 പറയുന്നുണ്ട്, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, മോശ തൻ്റെ ജനങ്ങളോട് എത്ര സ്പഷ്ടമായിട്ടാ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. കഷ്ടതയിലും പ്രയാസവേളകളിലും പ്രതിസന്ധികളിലും നമ്മോട് കൂടെ നിൽക്കുന്നത് യഹോവയായ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. നോക്കൂ, ഹാഗറേ, നീ മരുഭൂമിയിലാണോ? നിന്റെ കുഞ്ഞിന്റെ നിലവിളി നിനക്ക് കേൾക്കണ്ട എങ്കിൽ ഞാൻ കേൾക്കുന്നു. ഹല്ലേലൂയ. നീ നോക്കൂ, നിനക്ക് വേണ്ടി ഞാനൊരു നീരുറവ തുറന്നിരിക്കുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ ഭവനത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയാതെ ദൈവസന്നിധിയിൽ നമ്മൾ ഹല്ലേലൂയ ഇരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന അപ്പനാ നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന അപ്പൻ ഇന്നും ജീവിക്കുന്നു. അടിയുറച്ച് വിശ്വസിക്കുക, ദൈവത്തിൽ നമ്മുടെ ആശ്രയം വെക്കുക. ഹല്ലേലൂയ. നമ്മുടെ നിലവിളി കേട്ട് മറുപടി നൽകി തരുന്ന പിതാവ്. ഹല്ലേലൂയ. അതായത് ഉറവ തുറന്നു തരും, അതൊരിക്കലും വറ്റിപ്പോകുകയില്ല. നമ്മുടെ ക്ഷാമം തീരുവോളം, നമ്മുടെ ആവശ്യങ്ങൾ തീരുവോളം കർത്താപ്പച്ച നമുക്ക് ഹല്ലേലൂയ അത്ഭുത വഴിയാ തുറന്നു തരുന്ന പ്രിയ മക്കളെ. ഹല്ലേലൂയ. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കും. ഹല്ലേലൂയ. ദൈവ സ്നേഹമാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹത്തിൽ നമുക്ക് മുന്നേറണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 6 വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കുവിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, നാം ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. നമ്മോടുള്ള വാഗ്ദത്തങ്ങൾ നാം നഷ്ടമാക്കരുത്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 13 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പ്രിയ മക്കളെ, നാം പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് നമ്മുടെ വിഷയങ്ങൾ
ഒക്കെ മറുപടി നൽകി തരും. ഹല്ലേലൂയ. അതായത് നമ്മൾ പൂർണ്ണ ഹൃദയത്തോട് വേണം നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വേണം വെക്കുവാൻ. ആമോസ് പ്രവാചകൻ പറയുന്നുണ്ടല്ലോ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിക്കുവിൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവസന്നിധി ഹല്ലേലൂയ നാം അന്വേഷിക്കുന്നവരായി, കർത്താവിനെ അന്വേഷിക്കുന്നവരായി നാം ഓരോ നിമിഷവും ആയിരിക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നോക്കൂ, സത്യസന്ധമായി തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിച്ചു തരുന്ന അപ്പൻ. ഹല്ലേലൂയ. അതായത് നമ്മുടെ ഏതു നേരത്തും നമ്മൾ വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. ഹല്ലേലൂയ. അതായത് സമയങ്ങളിൽ നമ്മുടെ കൃത്യത പാലിക്കുന്നവരാണോ? അതായത് ജോലി കാര്യങ്ങളിൽ, സഭയില്, എവിടെയും തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിച്ചു തരുന്ന അപ്പന നമുക്കൊരു കൃത്യത ഉണ്ടായിരിക്കണം, ഒരു സത്യസന്ധത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അതായത് ദൈവത്തിങ്കിലേക്ക് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത അപ്പച്ചൻ, ഒരു കുറവും വരുത്താത്ത അപ്പച്ചന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ജീവിക്കുവാൻ യഹോവയെ കണ്ടെത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധി വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉത്തരം നൽകി തരും. ഹല്ലേലൂയ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരം അരുളും, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത് കേൾക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും ശ്രമിക്കണം. നാം പറയുന്നതിന് മുമ്പേ നമ്മുടെ ആഗ്രഹം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്ന കർത്താപ്പച്ചൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. നമുക്കെപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു കൃത്യത, ഒരു പൂർണ്ണത ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാനിടയായിത്തീരും. ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാ. ഇന്ന് നമ്മൾ വിശ്വസ്തയോട് ദൈവസന്നിധിയിരിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേട്ട് ഏത് വിഷയത്തിന്മേൽ നമ്മൾ കണ്ണുനീരൊഴുക്കുന്നുവോ അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ നമ്മുടെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് ഹല്ലേലൂയ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ നിലവിളി, ഓരോരുത്തരുടെ ഓരോ ചലനങ്ങളും എൻ്റെ അപ്പൻ മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഏത് വിഷയത്തിന്മേൽ ഹല്ലേലൂയ ഓരോ മക്കളുമായിരിക്കുന്നു അപ്പാ, എന്താണ് അവരുടെ ആവശ്യം? എൻ്റെ അപ്പനെ ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കുമ്പോൾ അപ്പൻ കൂടെ ഇരുന്ന് അവർക്ക് ഹല്ലേലൂയ എല്ലാമായി എൻ്റെ അപ്പൻ എനിക്ക് വലിയ ചെയ്തു എന്ന് പറയുവാൻ, എൻ്റെ കർത്താവ് എനിക്ക് നല്ലവനെന്ന് പറയുവാൻ, എൻ്റെ അപ്പൻ എൻ്റെ സ്നേഹിതനാണെന്ന് പറയുവാൻ, എന്നെ സ്നേഹിക്കുന്ന അപ്പനാണെന്ന് പറയുവാൻ എല്ലാവരെയും ഇടയാക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവത്തെ ഉയർത്തുവാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ അപ്പാ. എൻ്റെ യേശുവിനെ ഉയർത്തി കാണിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.